ബാപ്പ ഒരിക്കൽ പറഞ്ഞു, ഒറ്റ മോനാ എന്നൊക്കെ. ഇനി ഞാൻ പറയുന്ന മുജാഹിദുകളെ ശരിക്കും ശ്രദ്ധിച്ചോളി. ഒറ്റ മോനായിരുന്നു എനിക്ക്. എഞ്ചിനീയറിംഗിന് പഠിപ്പിച്ച ഞാനോനെ ഇന്ന് ആ പഠിപ്പൊക്കെ നിർത്തി നിന്നെ ധിക്കരിച്ച്, എന്റെ ഭാര്യനെ ധിക്കരിച്ച് എനിക്ക് പ്രതീക്ഷിക്കാൻ വകല്ലാതെ ഓൻ യമനിൽ പോണെന്നാ പറയുന്നത്. ഓൻ ഇവിടെ നിൽക്കൂലെന്നാ പറയുന്നത്. അങ്ങനെ ഒരു കുട്ടീനെ രൂപപ്പെടുത്തിയെടുത്ത ആളുണ്ടല്ലോ, ഓൻ റബ്ബിന്റെ കോടതിയിൽ വരും. ഉറപ്പാണ്, ഓൻ റബ്ബിന്റെ കോടതിയിൽ വരും. തായാദിക്കുന്ന മാതാപിതാക്കൾക്ക് താങ്ങും തണലുമാകേണ്ട മകനെ ഏതോ നാട്ടിന്റെ മൂലകളിൽ, കോർണറുകളിൽ സ്വന്തം വിവാദത്ത് ചെയ്ത് മൂലയിൽ കൂടി സകല തൗഹീദുള്ളവരോടും വെറുപ്പുള്ളവരെ സൃഷ്ടിച്ചവൻ ആരായിരുന്നാലും റഹ്മാനായ റബ്ബിന്റെ മുമ്പിൽ അവൻ വരും. ഭക്തനായ ജുറൈദിനെ ഉമ്മ ശപിച്ചിട്ടുണ്ടെങ്കിൽ അവൻ വരും. അത് കരുതിക്കൊള്ളി. ദീനെന്ന് പറഞ്ഞതല്ല, ദീനതല്ല. ഖവാരിജിയത്തിന്റെ പിന്നാമ്പുറങ്ങളിലെ ചരിത്രങ്ങളെ ആവാഹിച്ചെടുത്ത പണ്ഡിത ലോകത്തോട് ചോദിക്ക്, ഇതേതാ ലൈൻ? ഇസ്ലാമല്ല, അല്ല. മനുഷ്യരുമായി ബന്ധമില്ലാത്ത ഇസ്ലാമോ? മനുഷ്യരുടെ ഇടയിൽ ഇറങ്ങിച്ചെല്ലാത്ത ഇസ്ലാമോ? ഈ നാട്ടിലെ മുഴുവൻ യുവാക്കളെയും യുവതികളെയും മറന്നിട്ടൊരു ഇസ്ലാമോ? ജീവിതം എന്താന്ന് തിരിച്ചറിയാത്ത മനുഷ്യരോട് എന്നത് ആരോടാ അല്ലാഹു ചോദിച്ചത്? ഭക്തനായി താടി നീട്ടി നിലയാണിയുടെ മേലെ തുണിയെടുത്ത് ഖുർആൻ 30 ജുസ് മനഃപ്പാഠമാക്കിയവനോടാണോ ആ ചോദിച്ചത്? മരണാനന്തര ജീവിതമില്ലെന്ന് പറയുന്ന നിരീശ്വരവാദിയോട് നന്മ ചെയ്തവരും തിന്മ ചെയ്തവരും മരിച്ചു മണ്ണിന്റെ ഭാഗമാകും എന്നാണോ നിരീശ്വരവാദികളെ, എന്നാണോ യുക്തിവാദികളെ നിങ്ങൾ പറയുന്നത് എന്ന ഖുർആന്റെ ചോദ്യം പള്ളിന്റെ മൂലയിലിരുന്നാ ഞാൻ ചോദിക്കണ്ടേ? 3 ആളെ മുമ്പില് ആരോട് ചോദിക്കണ്ടേ? എന്നായത്തിന്റെ പ്രസക്തി ഇസ്ലാം ഉൾക്കൊണ്ട് പള്ളിമുറിയിലിരിക്കുന്ന ഒരു ഭക്തനോടാണോ അത് പറഞ്ഞു കൊടുക്കേണ്ടത്? അറബ് നാടുകളിലെ, ലോകത്തിന്റെ, യൂറോപ്പിന്റെ, ലോകരാജ്യങ്ങളുടെ ഏതു ഭാഗത്ത് ജീവിക്കുന്ന മനുഷ്യന്റെ കൂടെയും പെണ്ണുണ്ടല്ലോ, ഇബ്ലീസുമുണ്ടല്ലോ. പെണ്ണുമായി ബന്ധപ്പെടുന്ന മേഖലകളിൽ കണ്ണിനെ നിയന്ത്രിക്കേണ്ടിടത്ത്, കാതിനെ നിയന്ത്രിക്കേണ്ടിടത്ത് ഇന്നമൽ മുഅ്മിനൂനല്ലദീന ഇദാ ദുകിറല്ലാഹ് വജിലത് ഖുലൂബുഹും വഇദാ തുലിയത് അലൈഹിം ആയാതുഹു സാദത്തുഹും ഈമാനാ വഅലാ റബ്ബിഹിം യതവക്കലൂന എന്ന ആയത്ത് എവിടെയോ ഓതിക്കൊടുക്കേണ്ടത്? ഓഫീസുകളിൽ, പ്രാന്തപ്രദേശങ്ങളിൽ കാൽകളിന്റെ പിന്നാലെ പോകുന്നിടത്ത് നെറ്റുകളിലൂടെ മാടി വിളിക്കുന്ന പെണ്ണിനെ കണ്ടിട്ടില്ല. പക്ഷേ അവളുടെ വോയിസ് കേട്ട് അവളൊരു മഹാസുന്ദരി എന്ന് തെറ്റിദ്ധരിച്ച് സ്വന്തം ഭാര്യയെ വഞ്ചിച്ച് ഹോങ്കോങ്ങിലേക്ക് പോയി അവിടുത്തെ ഏതോ ഒരു വൃത്തികെട്ട പെണ്ണിന്റെ കൂടെ യൗവനം പങ്കുവെക്കുന്ന യുവാവിനെ വിളിച്ചിട്ട് പറ, വലാ തഖറബുദ്ദിന ഇന്നഹു കാന ഫാഹിശതൻ വസഅ സബീല വല്ലദീന ലാ യദഊന മഅല്ലാഹി ഇലാഹൻ ആഖർ ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون. അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്ന അടിമ വ്യഭിചരിക്കുന്ന മനുഷ്യരെ, വ്യഭിചാരത്തെ കൊള്ള പോകുന്ന അങ്ങാടിയിലെ മനുഷ്യരെ, നടുറോട്ടിലെ മനുഷ്യരെ ഞാൻ എന്തു പറഞ്ഞു വിളിക്കണം? മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് എന്ന ഒരു മഹാശൈഖ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൗഹീദ് എന്ന ഗ്രന്ഥമുണ്ട്. അത് അറബിയിൽ കടികട്ടിയുള്ള പുസ്തക. അത് വായിക്കാത്ത മുസ്ലിം അല്ലാമോ? ഞാൻ എന്താ പറയേണ്ടത്? കള്ളിനും പെണ്ണിനും ഗഞ്ചാവിനും അടിമപ്പെട്ട് ഏതോ പ്രാന്തപ്രദേശങ്ങളിൽ ജീവിക്കുന്ന, കേരളത്തിന്റെ ഏതോ തെരുവുകളിൽ ജീവിക്കുന്ന, അങ്ങാടികളിൽ ജീവിക്കുന്ന മനുഷ്യരോട് ഞാൻ എന്താ പറയേണ്ടത്? ഞാൻ എന്താ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? നിങ്ങളും ഞാനും എന്ന പ്രബോധകർ എന്താ മനസ്സിലാക്കി കൊടുക്കേണ്ടത്? ഇതെന്തൊരു പ്രവാചകനാണ്! ഉഖാബയിൽ, ദുൽമജാത്തിൽ, മജന്നായിൽ, എബ്രോൻ നഗരത്തിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി 25,000 കിലോമീറ്റർ ഇരിക്കണേ. ഞാൻ ഏറെ സ്നേഹിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്ന എന്റെ പ്രിയങ്കരനായ ഹുസൈൻ സൽഫി അടക്കമുള്ള എത്ര വർഷമായി ആ മനുഷ്യനുടെ എന്തൊക്കെ എഴുതി വിട്ടു ആളുകൾ, എന്തൊക്കെ പറഞ്ഞു. അള്ളാഹു നമുക്ക് പ്രതിഫലം തരട്ടെ, ക്ഷമയും സഹനവും വിനയവും അള്ളാഹു നമുക്കൊക്കെ തരട്ടെ. എത്ര മനുഷ്യർക്ക് തൗഹീദിന്റെ വെളിച്ചം കിട്ടി? ഇരുട്ടിലെ തൗഹീദിന്റെ വെളിച്ചം കിട്ടിയത് ആരാ? ഞാൻ ആ തൗഹീദിന്റെ കേസറ്റ് കേട്ടിട്ട് ആരാ പ്രസംഗിച്ചത്? ഇന്നാളാ. ഇപ്പോഴോ
ഇപ്പോഴോ ആ ചെറുപ്പക്കാരന് ഏറ്റവും വെറുപ്പ മനുഷ്യനോടാണ്. എന്ത് കാരണം? അയാൾക്ക് ദീനില്ല. അയാൾ യമനിലെ പണ്ഡിതന്മാർ അംഗീകരിച്ചില്ല അത്രേ. സഹോദര, യുവാവേ, ചെറുപ്പക്കാരാ, നിന്നെ ഹൈജാക്ക് ചെയ്യുന്നു. മതം കൊണ്ട് മനുഷ്യൻ നരകത്തിലായി പോവുക. ദീന് കൂടിയിട്ട് ഓവറായിട്ട് ദീനിന് അപ്പുറത്ത് കിടന്നിട്ട് ഒരല്ലാഹുവിനെ റസൂലിനെ ധിക്കരിക്കുക. നീ രണ്ടാടാകുന്ന ഒറ്റക്ക് പള്ളി ഉണ്ടാക്കി നിസ്കരിച്ചാടാ. തൗഹീദ് ഉള്ളവരെ പിന്നിലേക്കല്ലേ. മുസ്ലിം എന്നുള്ളൊരു മിനിമം പദ്ധതി അവനോട് ആവിഷ്കരിച്ചോ എന്ന് എനിക്ക് പൊറുക്കാൻ കഴിയില്ല. സുഹൃത്തുക്കളെ, നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെന്നു, മഹല്ലുകളിൽ ഇറങ്ങിച്ചെന്നു, സമൂഹത്തിൽ ഇറങ്ങിച്ചെന്നു, ഖുർആൻ ധരിച്ചു, സുന്നത്ത് ധരിച്ചു, കൂക്കുവിളി കിട്ടി, കല്ലേറ് കിട്ടി, ബഹിഷ്കരണങ്ങൾ കിട്ടി. എത്ര ദിവസങ്ങളാ മൂടി കിടന്നത്, എത്ര ദിവസങ്ങളാ കിടന്നത്. മഹാനായ ഉമർ മൗലവിയെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? അവസാനിക്കുന്ന 7 മിനിറ്റിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിക്കുന്ന മക്കയിലേക്ക് ഗിഫാർ ഗോത്രക്കാരനായ അബൂദർ കടന്നു വരികയാണ്. അബൂദർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദാറുൽ അർഖമിൽ വന്ന് സലാം പറഞ്ഞ് ഷഹാദത്ത് കലിമ സ്വീകരിച്ചു. ഫാത്തിഹ പോലും അദ്ദേഹം അന്ന് പഠിച്ചിരുന്നു. പരിശോധിക്കപ്പെടേണ്ടതാണ്. എത്രത്തോളം ഖുർആൻ എന്ന് അദ്ദേഹം പഠിച്ചിരുന്നു എന്ന് പരിശോധിക്കപ്പെടേണ്ടതാണ്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്ന് ഷഹാദത്ത് കലിമ ചൊല്ലി കഅബത്തിൽ ബിംബാരാധന നടത്തിയവരോട് തൗഹീദ് പറഞ്ഞ് റസൂലുള്ള പറയാണ്, അബൂദറേ, സ്വന്തം ഗോത്രത്തിലേക്ക് മടങ്ങിപ്പോയി ഇവിടുന്ന് മനസ്സിലാക്കിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അബൂദറേ എന്ന് പറഞ്ഞ് അബൂദറിനെ മടക്കിയായിട്ട് ആ അബൂദർ ആലിമില്ലല്ലാമയല്ല, പണ്ഡിതന്മാരിൽ നിന്ന് പഠിച്ച് തലമൂത്ത് ഇൽമിന്റെ മൂർത്തിമദ്ഭാവമല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ആശയം മനസ്സിലാക്കി ഉമ്മയോട് പറഞ്ഞു, അനുജനോട് പറഞ്ഞു. അനുജൻ മാറി, ഉമ്മ മാറി. ഉമ്മയും അനുജനും നോക്കണേ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട ഉമ്മ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട അനുജൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ട അബൂദർ. അവർ 3 പേരും ഗിഫാർ ഗോത്രം കയറിയിറങ്ങി എല്ലാവർക്കും തൗഹീദ് എത്തിച്ചു കൊടുത്തു. അസ്ലം ഗോത്രത്തിലെത്തി, അവർക്ക് തൗഹീദ് എത്തി. ഇത് പച്ചയായ ദീനാ പറയുന്നത് എത്തി. കാലചക്രം തിരിഞ്ഞു. റസൂലുള്ളാഹി ഹിജ്റ പോയി, മദീനയിലെത്തി. രാഷ്ട്രഭീകരണമുണ്ടായി, ഭദ്രതയുണ്ടായി, സൈന്യാധിപനായി, കമാൻഡറായി, ഖതീബായി, പരിഷ്കർത്താവായി, സ്ത്രീ വിമോചകനായി, നാടിന്റെ ഭദ്രതയുടെ നേതാവായി, നീതിയുടെ കാവലാളായി, സൗഹൃദത്തിന്റെ ഭൂമി തീർത്ത മഹാവിശ്വാചാര്യനായി. ആ പ്രവാചക തിരുമേനി ഒരു സമൂഹത്തെ കാണുകയാണ്. ഒരു സമൂഹം ഇങ്ങനെ ഈ ഉറുമ്പഴിഞ്ഞു വരുന്ന പോലെ ഇങ്ങനെ ദൂരേന്ന് വരുന്നു. ആയുധധാരികളായി സാപത്ത്, ശത്രുക്കളാണോ അറിയില്ല. ദൂരെ നിന്ന് നോക്കുമ്പോ വീണ്ടും മെലിഞ്ഞിട്ടൊരു മനുഷ്യനിങ്ങനെ വരുന്നു. നബിക്ക് മനസ്സിലായി, മർഹബാ മർഹബാ യാ അബൂദർ, 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 സ്വാഗതം അബൂദർ. അബൂദർ ഗഫാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സലാം പറഞ്ഞിട്ട് പറഞ്ഞു, നബിയേ, അന്ന് മക്കയിലെ ദാറുൽ അർഖമിൽ ഞാൻ വന്നില്ലേ, അന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എനിക്ക് തിരിഞ്ഞില്ലേ, അത് നാട്ടുകാരോട് പറ എന്ന് പറഞ്ഞില്ലേ, ആ പറഞ്ഞതിന്റെ ഫലമായി നബിയേ 2 പ്രസിദ്ധ ഗോത്രങ്ങളിലെ മുഴുവൻ ആളുകളും അല്ലാഹുവിന്റെ അനുഗ്രഹത്താൽ എന്നിലൂടെ ഹിദായത്ത് കിട്ടി ഇതാ വന്നിരിക്കുന്ന നബിയേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി എന്താ പറഞ്ഞേ? ഈ യമനിൽ പോയിക്കോ? ഇല്ല. അത് കിതാബ് വായിച്ചോ? ഇല്ല. ജാലിമ അല്ല. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമല്ല കേട്ട് ഈ പഠിപ്പിച്ച് ഇവർക്ക് ഹിദായത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആ ഹിദായത്ത് സഹിഹല്ല. ഇനി നിങ്ങൾ മനസ്സിലാക്കി, ഞാൻ ആരെ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾക്ക് നന്നായി മനസ്സിലാവും. ഞാൻ ഈ അടുത്ത വാചകം ചോദിച്ചോട്ടെ, ഈ തിരുനാവ് കൊണ്ട് കള്ളം പറയോ ഹബീബായ റസൂലുള്ളാഹി? വേറൊക്കെ പോട്ടെ, നിങ്ങൾക്ക് ഇന്ന കള്ളനാക്കാം, ബാക്കിയുള്ളവരെ കള്ളനാ. അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ 3-4 വചനം ജീവിതത്തെ കള്ളം പറയാത്ത ഹബീബായ റസൂലുള്ളാഹി പറയാ, അബൂദർ, ആകാശത്തിന്റെ ചുവട്ടിലെ ഏറ്റവും വലിയ ജിഹാദാണ് അബൂദർ. ഇത് ഈ ഓഡിറ്റോറിയത്തിൽ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇവിടുന്ന് തിരിഞ്ഞിട്ടുള്ള ആളത് പോയി വിചാരിച്ചോ? എന്നിട്ട് ഓനോന്റെ ഫ്ളാറ്റിൽ മുഴുവനും കയറി ഒരുപാട് ആളുകൾക്കും വിളിച്ചുണ്ടാക്കിയാൽ ഓന്റെ ദേവത്തെ ഓൻ അറബി ഭാഷ അറിയോ? ഓൻ ഉസൂൽ സലാത്ത് അറിയോ? സലാസത്ത് ഉസൂൽ അറിയോ? ഓൻ ഇന്ന് ശൈഖന്മാരെടുത്ത് ഇരുന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുക. ഞാൻ നിങ്ങളോട് പറയും, വളരെ പ്ലാനിംഗായ നിഗൂഢമായ ഇസ്ലാമിന്റെ ശത്രുക്കൾ പ്ലാൻ ചെയ്ത മഹാകുരുക്കിലെ കണ്ണിയായി ചേർന്നതേ അല്ലാഹു പരീക്ഷിച്ചിരിക്കുന്നു. എങ്ങനെ? അള്ളാഹുവിന്റെ ദീനിന്റെ പ്രകടശത്രുക്കൾ ഒരുക്കിയ കെണിയിലെ
ഒരു മഹാകണ്ണിയായി ചേർന്നു പോയിരിക്കുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ബി കെയർഫുൾ, സൂക്ഷിച്ചോളി. അത്തരം ആളുകൾ ഫോൺ ചെയ്ത് വിളിച്ച് നിങ്ങളുടെ അടുത്ത് വരുമ്പോ ബി കെയർഫുൾ, ശ്രദ്ധിച്ചോളി. നാശമാണ്, നഷ്ടമാണ്. പിന്നെ നിങ്ങൾക്ക് ഉമ്മാനോട് മിണ്ടാൻ കഴിയില്ല, പിന്നെ വാപ്പാനോട് ചെല്ലാൻ പറയാൻ പറ്റില്ല. പിന്നെ നിങ്ങൾക്ക് തൗഹീദ് പറഞ്ഞെന്ന ആ പ്രബോധം ഉണ്ടല്ലോ, കള്ളു കുടിച്ചും പെണ്ണും പിടിച്ചു നടന്ന നിങ്ങളെ ഹിദായത്തിന്റെ വഴിയിലേക്ക് അള്ളാന്റെ കാരണത്താൽ നിങ്ങൾക്ക് ഹിദായത്തിന് നിമിത്തായാളുണ്ടല്ലോ, ഓനെ കത്തിയോണ്ട് കിട്ടിയ കൂട്ടുന്നിടത്തേക്ക് നിങ്ങളൊന്നും സൂക്ഷിച്ചോളി. ഒന്നുകൂടി എനിക്ക് അപേക്ഷയുണ്ട്. ഖവാരിജുകൾ എന്നൊരു സമൂഹം ഉണ്ടായിരുന്നു നിങ്ങൾക്കറിയാലോ. ഓരോ സ്വഭാവം അന്ന് മുതൽ നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുമോ? അപ്പൊ നിങ്ങളിൽ പലർക്കും തോന്നും, ആ ഖവാരിജിന്റെ പലതും ഇപ്പോൾ എന്റെ അനുജനില്ലേ, ഇപ്പോൾ എന്റെ ഈ കാക്കയില്ലേ, എനിക്ക് മുമ്പ് തൗഹീദ് പറഞ്ഞ എന്റെ ഉസ്താദിനില്ലേ എന്ന് പറഞ്ഞു. ഞാനിത് പറയുന്നത് അറിയോ? യുവത്വത്തെ നശിപ്പിക്കുന്ന ഒരു പ്രബോധന ശൈലി നാട്ടിൽ വന്നിരിക്കുന്നു. അള്ളയും റസൂലും പഠിപ്പിക്കാത്തൊരു ശൈലി. അപകടമാണ്, സൂക്ഷിക്കണം. നിങ്ങളിത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി മനസ്സ് തട്ടി പറയുന്നു. ഹക്കല്ല എന്നൊരു കാര്യം ബോധ്യപ്പെട്ടാൽ അത് ഹക്കല്ല എന്ന് പറയും ഞങ്ങൾ നിങ്ങളോട്.